എല്ലാവർക്കും ആദിഷ് ഗാലറിയുടെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. വാരനാട് ദേവി ക്ഷേത്രത്തെ പറ്റി കേട്ടിട്ടുണ്ടോ? എന്നാൽ ഇന്നത്തെ വീഡിയോ വാരനാട് ദേവി ക്ഷേത്രത്തെ പറ്റിയാണ്. ആലപ്പുഴ ജില്ലയിലെ ചേർത്തലക്കടുത്താണ് ഈ ദേവി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഭദ്രകാളിയാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന ആരാധനാമൂർത്തി. ഈ പ്രദേശത്തെ പ്രസിദ്ധമായ ക്ഷേത്രമാണ് വാരനാട് ദേവീക്ഷേത്രം. ഞങ്ങൾ കുറച്ചു ദിവസം മുമ്പ് ഈ അമ്പലത്തിൽ പോയിരുന്നു. അറുനാഴി പായസമാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു വഴിപാട്. ഇനി നമുക്ക് ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം എന്താണെന്ന് നോക്കാം. അതിനു മുമ്പ് നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്കും ചെയ്യണേ. മണ്ണഞ്ചേരിയിലുള്ള ഒരു ബന്ധുവിൻ്റെ വീട്ടിലേക്ക് പുതിയക്കൽ തമ്പുരാൻ വേമ്പനാട്ട് കായലിലൂടെ ഒരു വില്ലുവള്ളത്തിൽ പോകുകയായിരുന്നു. തൻ്റെ ഉപാസനാമൂർത്തിയായ ഭദ്രകാളിയുടെ പഞ്ചലോക വിഗ്രഹം അപ്പോഴും തൻ്റെ ഭാണ്ഡത്തിലുണ്ടായിരുന്നു. എല്ലാ ദിവസവും പൂജിച്ചിരുന്ന ആ വിഗ്രഹം ഏതു യാത്രയിലും അദ്ദേഹം തൻ്റെ കൂടെ കൊണ്ടുപോകുമായിരുന്നു. യാത്രാമധ്യേ നിനച്ചിരിക്കാതെ കാലാവസ്ഥ മാറി. മാനം ഇരുണ്ടു കറുത്തു. ഭയങ്കരമായ കാറ്റടിച്ച് വള്ളം ഉലയുവാൻ തുടങ്ങി. വള്ളം നിയന്ത്രിക്കാൻ കഴിയാതെ വള്ളം വേമ്പനാട്ടു കായലിൻ്റെ കരക്കടുപ്പിച്ചു. ആ മഴ അസാധാരണമായി അദ്ദേഹത്തിന് തോന്നി. മഴ നനയാതെ ഒരു ഇടം തേടി അദ്ദേഹം കാട്ടിലോട്ട് നടന്നു. വലിയ ഒരു മരത്തിൻ്റെ പൊത്തിൽ അദ്ദേഹം കയറിയിരുന്നു. കുറേ നേരം കഴിഞ്ഞിട്ടും മഴ തോരാതെ പെയ്തുകൊണ്ടിരുന്നു. അദ്ദേഹം അങ്ങനെ ഉറങ്ങിപ്പോയി. ഉണർന്നപ്പോഴേക്കും പ്രഭാതത്തിനോടടുത്തു. സ്നാനാദി കർമ്മങ്ങൾ നടത്തി പതിവ് പോലെ തൻ്റെ ഉപാസനാമൂർത്തിയെ പൂജിക്കുവാൻ ഭാണ്ഡത്തിൽ നിന്നും വിഗ്രഹം പുറത്തെടുത്തു. മണൽ തടുത്ത് കൂട്ടി ഒരു പീഠമുണ്ടാക്കി വിഗ്രഹം വെച്ചു. കാട്ടിൽ നിന്നും ശേഖരിച്ച എരിക്കിൻ പൂക്കൾ കൊണ്ട് അർച്ചന നടത്തി ദേവിയെ പൂജിച്ചു. പൂജ കഴിഞ്ഞ ദേവിയെ ഭാണ്ഡത്തിൽ തിരികെ വെക്കാൻ തീരുമാനിച്ചു പുതിയക്കൽ തമ്പുരാൻ. അത്ഭുതമെന്ന് പറയട്ടെ, വിഗ്രഹം അനക്കുവാൻ പോലും അദ്ദേഹത്തിനായില്ല. തൻ്റെ ഉപാസനാമൂർത്തി കൂടെയില്ലെന്ന് ഒരു നിമിഷത്തെക്കുറിച്ച് അദ്ദേഹത്തിന് ചിന്തിക്കുവാൻ പോലും കഴിയുമായിരുന്നില്ല. അതീവ ദുഃഖിതനായി അദ്ദേഹം ധ്യാനവേളയിൽ ദേവിക്ക് ഒരു പക്ഷേ ഇവിടെ ഇരിക്കുവാനായിരിക്കും കൂടുതൽ ഇഷ്ടമെന്ന് അദ്ദേഹത്തിന് തോന്നി. വിവരമറിഞ്ഞ് ആ സ്ഥലത്തിൻ്റെ ഉടമയായ വാത്യാട്ടു പണിക്കരും സമീപവാസികളും പുതിയക്കൽ തമ്പുരാൻ്റെ അടുത്തെത്തി. വിവരങ്ങൾ വാത്യാട്ടു പണിക്കർ അറിയിച്ചപ്പോൾ ദേവിയെ ഒരു ക്ഷേത്രമുണ്ടാക്കി അവിടെ പ്രതിഷ്ഠിക്കുവാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് തേജോരൂപിണിയായ ഭദ്രകാളിയുടെ പഞ്ചലോക വിഗ്രഹം ഇവിടെ പ്രതിഷ്ഠിക്കപ്പെട്ടത്. മണ്ണുകൊണ്ട് പീഠമുണ്ടാക്കി അവിടെ ദേവിയെ പ്രതിഷ്ഠിച്ചതുകൊണ്ട് ഈ നാടിനെ വാര്യനാട് എന്ന് പേര് വീണു. കാലാന്തരത്തിൽ വാര്യനാട് വാരനാടായി മാറി എന്നും പറയപ്പെടുന്നു. കുംഭമാസത്തിലെ ഭരണി നാളിലാണ് ഇവിടത്തെ ഉത്സവം. ഇവിടത്തെ മറ്റൊരു പ്രത്യേകതയാണ് നക്ഷത്രക്കാവ്. 27 നക്ഷത്രങ്ങൾക്കും അനുയോജ്യമായ വൃക്ഷങ്ങളും ഓരോ നാളുകാരുടെയും പക്ഷികളുടെയും മൃഗങ്ങളുടെയും രൂപങ്ങളും ഇവിടെ കാണാൻ സാധിക്കും. നമ്മുടെ നക്ഷത്രം ഏതാണോ അവിടെ ചെന്ന് നമുക്ക് വെള്ളമൊഴിക്കുവാനും പരിപാലിക്കുവാനും സാധിക്കും. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ ദേവി അവരുടെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു കൊടുക്കുകയും കുടുംബത്തിൽ ഐശ്വര്യവും സമാധാനവും ഉണ്ടാകും എന്നുമാണ് വിശ്വാസം. അപ്പോൾ ദേവിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ. നമുക്ക് നാളെ മറ്റൊരു വീഡിയോയുമായി കാണാം. എല്ലാവർക്കും നന്ദി. ഞങ്ങളുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ.